ഹലോ ഗുഡ് മോർണിംഗ്. മോസ്റ്റ് പവർഫുൾ എക്സസൈസ് ഫോർ ഷോൾഡർ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഷോൾഡർ വർക്കൗട്ടുകളാണ്. നമ്മൾ ജിംനാസ്റ്റിക്സ്, കാലിസ്തനിക്സ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഷോൾഡർ പക്ക പവറായിരിക്കും. ഈ ഷോൾഡർ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ വർക്കൗട്ട് കൊടുത്താലാണ് നമുക്കുള്ള മസിലപ്പ്, ഹാൻഡ് സ്റ്റാൻഡ്, അതുപോലെയുള്ള നമ്മുടെ ബോഡി ഇങ്ങനെ നമ്മുടെ ബോഡി ഉയർത്തിയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ പക്ക പവറായിരിക്കും. അപ്പോൾ അതിനുള്ള വീട്ടിൽ നമ്മൾ ഹോം വർക്കൗട്ടാണ് ഞാനിതിൽ മെയിനായിട്ട് ഈ വീഡിയോകളിലൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബിഗിനറായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് വേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒരു 3 എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഷോൾഡറൊക്കെ പക്ക സ്ട്രെങ്ത് ചെയ്യാറ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ മറക്കണ്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. ബെൽ ബട്ടൺ ഒന്ന് ചാമ്പിക്കളി. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മൾ ടെക് പ്ലാഞ്ചിൻ്റെ ഒരു ഐറ്റംസിൽ നിൽക്കും. അതിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിപ്സ് ചെയ്യണം. ഓക്കെ, ആദ്യം ടെക് പ്ലാഞ്ച് ആദ്യം ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് അതിന് ശേഷം ജസ്റ്റ് ഡിപ്സിൻ്റെ ഇതിൽ കൈ മടക്കിയിട്ട് എന്ത് ചെയ്യുക, ഉയർത്തി കൊടുക്കുക. അത് നോക്കാം. ഓക്കെ, ടെക് പ്ലാഞ്ച് ഇല്ല ഇത് ചെയ്താൽ നമ്മളെ ഷോൾഡർ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് വൺ എക്സസൈസ്. ഇതെന്ത് ചെയ്യുക, ആദ്യം ടെക് പ്ലാഞ്ച് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ പറയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഡിപ്സിൻ്റെ സ്റ്റൈലിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. അറിയാം, പ്ലാഞ്ച് അറിയാലോ, പ്ലാഞ്ച്. ഈ പ്ലാഞ്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ടോപ്പ് എക്സസൈസാണ്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പുഷപ്പിൻ്റെ ആ സ്റ്റൈൽ ഉണ്ടല്ലോ. ഈ പുഷപ്പ് നിങ്ങൾക്കറിയാം, 3 ചെസ്റ്റ്, അതുപോലെ ഷോൾഡർ, ട്രൈസെപ്സ്. ഇത് 3നും നല്ല എഫക്റ്റ് ചെയ്യും പുഷപ്പ് ചെയ്യുമ്പോൾ. അതിൻ്റെ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ നമ്മൾ ഷോൾഡർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പുഷപ്പിൻ്റെ സ്റ്റൈൽ എങ്ങനെ, ഇതാണ് നമ്മൾ പുഷപ്പിൻ്റെ സ്റ്റൈൽ. പുഷപ്പ് ഷോൾഡർ ലെവലിൽ നേരെ വെച്ചിട്ട് ഇതാണ് പുഷപ്പിൻ്റെ സ്റ്റൈൽ. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. എങ്ങനെ, കൈ രസം വെച്ചിട്ട് നമ്മൾ ബോഡി വെയിറ്റ് ഫുൾ ഫ്രണ്ട് കൊണ്ടുപോകാം. ഓക്കെ, ബോഡി വെയിറ്റ് ഫുൾ ഫ്രണ്ട് കൊണ്ടുപോയിട്ട് നേരെ പുഷപ്പ് എന്താ ഇത് ചെയ്യണം. നമ്മളെ ഷോൾഡർ കോറ് പക്ക പവറായിരിക്കും. ഇതെന്ത് ചെയ്യുക, ഈ 2 എക്സസൈസാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയുന്നത്. വേറൊരു നമ്മളെ പൈക്ക് പുഷപ്പ് ഉണ്ട്. ഈ പൈക്ക് പുഷപ്പിൽ നമ്മളെന്ത് ചെയ്യുക, കാല് ഒന്നും കൂടി, ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കസാര ഇങ്ങനെ ഉയരമുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇങ്ങനെ ഉയരമുള്ള എന്തെങ്കിലും സംഭവം യൂസ് ചെയ്യുക. കസാര തന്നെ ഉണ്ടാവും, എല്ലാ വീട്ടിലും കസാര ഉണ്ടാവില്ല. ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത വർക്കൗട്ട് ഞാൻ പറയാം. ഓക്കെ, കാല് ഇതിൻ്റെ മുകളിൽ എടുത്തേക്കാം. ഓക്കെ, ബൈക്ക് പുഷപ്പിൽ വേറെ സ്റ്റൈൽ ഒന്നും കൂടി നല്ല പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 എക്സസൈസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 3 കുറച്ച് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അത്ര കൂടുതൽ ചെയ്താൽ നിങ്ങളുടെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ അപാര പവർ ആയിരിക്കും. നിങ്ങൾ മസിലപ്പൊക്കെ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് എടുത്ത് ഉയർത്തുകയാണ്. മസിലപ്പ് ചെയ്യുമ്പോൾ പുള്ളപ്പ് മസ്റ്റാണ്, പക്ഷേ ഷോൾഡർ സ്ട്രെങ്ത്ത് അത് വേറെ ലെവലിലാണ്. അതുപോലെ പ്ലാഞ്ച് ചെയ്യാനൊക്കെ കൂടുതൽ എന്ത് ചെയ്യും, പഠിക്കുന്ന സമയത്ത് കൂടുതൽ ബേസിക് സ്ട്രെങ്ത്ത് നമുക്ക് സെറ്റായി വരും. കാലിസ്തനിക്സ് ഒക്കെ ചെയ്യുന്നവരൊക്കെ അറിയാം, ജിംനാസ്റ്റിക്സ് ചെയ്യുന്നവരൊക്കെ അറിയാം. അവരുടെ ബോഡിയൊക്കെ നമ്മളൊരു ബോഡി ബിൽഡിങ് ചെയ്യുന്നവരുടെ ആ ഒരു രൂപത്തിലേക്ക് എത്തും. അതെന്ന് വെച്ചാൽ ഈ വർക്കൗട്ടുകളുടെ പവറാണ്. പിന്നെ ഫുഡ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു
നല്ലൊരു ബോഡി, നല്ല പക്ക ഫിസിക് ബോഡി ബിൽഡ് ചെയ്തെടുക്കുക. ബെൽ ബട്ടൺ കുത്തി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.